പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഒരു UDF സർക്കാരാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDFിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരായി ജനങ്ങൾ ഒറ്റക്കെട്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ മുന്നണിയോ എന്നുള്ളതല്ല, ഒറ്റക്കെട്ടായി ജനങ്ങൾ ഏക മനസ്സോടുകൂടി തോളോട് തോൾ ചേർന്ന് വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്ന ജനങ്ങളുടെ ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ജനങ്ങളുടെ സർക്കാർ. അതിന് നേതൃത്വം നൽകുന്നത് UDF ആണ്, VD സതീശനാണ് എന്നേ ഉള്ളൂ. പക്ഷേ ഈ സർക്കാർ ജനങ്ങളുടേതാണ്, ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഈ സർക്കാർ ജനവികാരമാണ് ഈ സർക്കാർ ഉരുത്തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം. 102 സീറ്റുകളുമായി അധികാരത്തിൽ വന്നിരിക്കുന്ന ജനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഈ സർക്കാരിന് ചില രാഷ്ട്രീയ പാർട്ടികൾ സാങ്കേതികമായി നേതൃത്വം നൽകുന്നു എന്ന് മാത്രമേ ഞാൻ കാണുന്നു. പക്ഷേ ഈ വന്ന സർക്കാരിന് അത് UDFിന് നേതൃത്വമുള്ള സർക്കാരാണ്. അതുകൊണ്ട് അതിന് അതിൻ്റേതായിട്ടുള്ള നയങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രത്യയശാസ്ത്രമുണ്ട്. ഈ നയവും പ്രത്യയശാസ്ത്രവും ഇതിനു മുമ്പ് 10 വർഷം അധികാരത്തിലിരുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏകാധിപതിയുടെ നേതൃത്വത്തിലുള്ള ആ സർക്കാരിൻ്റെ നയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ആയിരുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ വിഷയത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കുകയാണ്. ആ സർക്കാരിൻ്റെ പോലീസ് നയം എന്ന് പറയുന്നത് അടിച്ചമർത്തലിനുള്ള ഒരു ഉപകരണമാണ് എന്നതാണ്. അടിച്ചമർത്താനുള്ള ഉപകരണം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും പെട്ടെന്ന് കയറി വരുന്നത് ആലപ്പുഴയിലെ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോലീസുകാർ നടത്തുന്ന അതിഭീകരമായിട്ടുള്ള നരനായാട്ടാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷം നടന്ന കസ്റ്റഡി മരണങ്ങൾ, ജവിക്കൽ അടിച്ച് പൊട്ടിച്ചത്, അങ്ങനെ ഒരു പിടി പോലീസ് അതിക്രമങ്ങളുണ്ട്. അത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് ഒരു അധികാരികളുടെ കയ്യിലുള്ള ഒരു കോടാലിക്കൈ, എതിരാളികളെ അടിച്ചമർത്താനുള്ള ഒരു 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 ആയുധം, ഒരു കോടാലി. അതായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം പോലീസ്. ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങളും നിക്ഷിപ്ത താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അക്കാലത്ത് പോലീസിൻ്റെ സമീപനം. അക്കാലത്ത് പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അവർ പിണറായി വിജയൻ്റെ മുന്നിൽ മൂക്ക് മുട്ടിച്ച് നിന്ന് ഇച്ഛ എണ്ണ എഴുതുന്ന ഒരു വിഭാഗമായിരുന്നു കഴിഞ്ഞ ഭരണകാലത്തെ പോലീസ് നേതൃത്വത്തിലെ ബഹുഭൂരിപക്ഷവും. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല. ഒരു പി വിജയനെ, ഒരു മനോജ് എബ്രഹാമിനെയൊക്കെ നമുക്ക് വേണേൽ കാണാം. പക്ഷെ മറുഭാഗത്ത് അന്നത്തെ ഭരണാധികാരികൾ എന്ത് പറഞ്ഞാലും മുട്ടുകുത്തി നിന്ന് തൊഴുകയോടെ ചെയ്തു കൊടുക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ. S. ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ, H. വെങ്കടേഷ് എന്ന് പറഞ്ഞൊരു വേറൊരു ഉദ്യോഗസ്ഥൻ, MR. അജിത് കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ, അതിലൊക്കെ ഉപരി അവർക്കെല്ലാം നേതൃത്വം നൽകുന്ന റവാഡ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞൊരു DGP. ഞാൻ ആദ്യം പറഞ്ഞവർ 3 പേരും ADGPമാരായി. അതായിരുന്നു പോലീസിൻ്റെ ഉന്നതങ്ങൾ. വിജയനും P. ശശിയും എന്ത് പറഞ്ഞാലും സാർ എന്ന് പറഞ്ഞ് നിന്ന് ചെയ്തു കൊടുക്കലായിരുന്നു ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ജോലി. താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി എന്തായിരുന്നു? CPM-കാരുടെ മുന്നിൽ അടിമകളെ പോലെ, CPM-കാരുടെ മുന്നിൽ മുട്ടയിൽ ഇഴയുന്നവരായിരുന്നു താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നല്ല ശതമാനം. അവിടെയും ഭൂരിപക്ഷം എന്ന് ഞാൻ പറയുന്നു, ന്യൂനപക്ഷം അങ്ങനെ അല്ലാത്തവരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പോലീസായിരുന്നു. ആ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-കാരെ കണ്ടാൽ മൂത്രമൊഴിക്കും. CPM-ൻ്റെ നേതാക്കന്മാരെ കണ്ടാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കണ്ടാൽ മൂത്രമൊഴിക്കുന്നവരായിരുന്നു പോലീസിൽ ബഹുഭൂരിപക്ഷവും. അതായിരുന്നു ആ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പോലീസ്. എന്നാൽ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് UDF സർക്കാരിൻ്റെ പോലീസാണ്. അന്ന് പിണറായി വിജയൻ്റെ പോലീസാണ് കേരളം അടക്കി ഭരിച്ചിരുന്നതെങ്കിൽ ഇന്ന് പോലീസിൻ്റെ നിയന്ത്രണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ്. അന്ന് പോലീസ് പിണറായി വിജയൻ്റെ കീഴിൽ അടക്കി ഭരിച്ചിരുന്നു എന്ന് ഞാൻ പറയുന്നു, ഇന്ന് അടക്കി ഭരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് പോലീസിൻ്റെ നിയന്ത്രണം രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ആ പോലീസിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയും ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളെ, ആ പോലീസ് എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ കോടാലിക്കൈയല്ല, ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപകരണമല്ല. ഭരണകൂടം പറഞ്ഞാൽ ഇരിക്കുകയും നിൽക്കുകയും കിടക്കുകയും ചെയ്യുന്നവരല്ല ഇന്നത്തെ പോലീസ്. അത് അന്നത്തെ പോലീസായിരുന്നു. ഇന്നത്തെ പോലീസ് എന്ന് പറയുന്നത് മനുഷ്യർക്ക്, പൗരന്മാർക്ക്, സാധാരണക്കാർക്ക് അവർക്ക് ഭരണഘടന അനുവദിച്ച് നൽകിയിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന, ജനങ്ങളുടെ സുരക്ഷിതത്വം കൈകാര്യം ചെയ്യുന്ന, സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം ഉറപ്പിക്കുന്ന ഒരു പോലീസാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ നിയന്ത്രണത്തിലുള്ള പോലീസ് സേന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകളൊക്കെ ഈ 10-15 ദിവസത്തിനുള്ളിൽ തന്നെ വന്നു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. സുഹൃത്തുക്കളെ, ഞാനിതൊക്കെ പറയാനുള്ള പ്രകോപനം, ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ
പിന്നെ PMGയിൽ നിന്ന് മരുതൻകുഴിയിലേക്ക് വരുമ്പോൾ കോർപ്പറേഷന് മുന്നിൽ ചെല്ലുമ്പോൾ കാണുന്ന രംഗം എന്ന് പറയുന്നത് കോർപ്പറേഷന് മുന്നിലുള്ള ആ പ്രധാനപ്പെട്ട റോഡുണ്ട്, അതായത് വെള്ളയമ്പലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡ്, ഇവിടുന്ന് വെള്ളയമ്പലത്തേക്ക് പോകുന്ന റോഡ്, ആ റോഡ് പരിപൂർണമായി തടഞ്ഞുകൊണ്ട്, അപ്പുറം മുതൽ ഇപ്പുറം വരെ പൂർണ്ണമായി തടഞ്ഞുകൊണ്ട് CPMന്റെ ഒരു 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 പ്രതിഷേധ പ്രകടനം, ഒരു പ്രതിഷേധ യോഗം അവിടെ നടക്കുകയാണ്, പരിപൂർണമായി തടഞ്ഞുകൊണ്ട്. ഇപ്പോൾ കോർപ്പറേഷന് മുമ്പിൽ ആ സൈഡിൽ സ്ഥലമുണ്ട്, അവിടെ സമരം ചെയ്യാം. പക്ഷേ CPMക്കാർ അങ്ങനെയല്ലോ, അവർക്ക് നിയമവും ഭരണഘടനയൊന്നും ബാധകമല്ലല്ലോ. അവർ ആ വഴി പൂർണ്ണമായി തടഞ്ഞുകൊണ്ട് അവരൊരു പ്രതിഷേധം നടത്തും. അവിടെ എന്തോ BJPയുടെ ഒരു കൗൺസിലറുടെ എന്തോ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടാണ് ആ സമരം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. CPMന് സമരം ചെയ്യാനുള്ള അവകാശം ഭരണഘടന നൽകിയിട്ടുണ്ട്. അത് ഭരണഘടനാപരമായി ആർട്ടിക്കിൾ 19 നൽകിയിട്ടുള്ള അവകാശാധികാരമാണ് സമരം ചെയ്യുക എന്നുള്ളത്. ആ സമരം അവർക്ക് ചെയ്യാം. പക്ഷേ ആ സമരം ചെയ്യുന്നതിന് നിയമങ്ങളുണ്ട്, സമരം ചെയ്യുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. പൊതുജനങ്ങളുടെ സഞ്ചാര അവകാശം ഹനിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, CPMനെന്നല്ല കോൺഗ്രസിനെന്നല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സമരം ചെയ്യാൻ കഴിയില്ല. പൊതുവഴി തടഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സമരം ചെയ്യാൻ കഴിയില്ല. കേരളത്തിൽ പിന്നെ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കുള്ളിൽ എത്ര കോടതി വിധികൾ വന്നു. ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന ജയവൻ രാമേന്ദ്രൻ്റെ നേതൃത്വത്തിൽ തന്നെ എത്രയോ വിധികൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. നമുക്ക് ഓർമ്മയില്ല, ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ വഞ്ചിയൂരിൽ പൊതുവഴി പകുതി തടഞ്ഞുകൊണ്ട് CPMന്റെ ഒരു യോഗം നടന്നതിനെതിരെ കോടതി കേസെടുത്തിട്ട് അവസാനം പിന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും CPIയുടെ ഉന്നത നേതാക്കന്മാർക്കും ഉൾപ്പെടെ കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥ വന്നത് നമുക്കറിയില്ല സുഹൃത്തുക്കളെ. അങ്ങനെ ഒട്ടനവധി കോടതി വിധികൾ നിലനിൽക്കുന്നുണ്ട്. ആ കോടതി വിധികളൊക്കെ നിലനിൽക്കുമ്പോഴാണ് 10 വർഷത്തെ അർമാദ ഭരണത്തിന് ശേഷം പ്രതിപക്ഷത്തേക്ക് മാറി നിൽക്കേണ്ടി വന്ന ഈ CPM വീണ്ടും ഭരണഘടനയും നിയമങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം, മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായി തടഞ്ഞുകൊണ്ട്, വഴി പൂർണ്ണമായി തടഞ്ഞുകൊണ്ട് ഒരു പിന്നെ യോഗം, പ്രതിഷേധ യോഗം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ. ഇവിടെയാണ് പോലീസ് എന്താണെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കാണിച്ചു കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രമേശ് ചെന്നിത്തല പോലീസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് 10-15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ പെർസെപ്റ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെയാണ് രമേശ് ചെന്നിത്തല ഇടപെടേണ്ടത്, ആഭ്യന്തരമന്ത്രി ഇടപെടേണ്ടത് ഇവിടെയാണ്. ഇതുപോലെ സമരം നടത്താൻ ഈ ഭരണഘടനയും നിയമങ്ങളും എല്ലാം ലംഘിക്കുന്ന ഈ CPMക്കാരെ അനുവദിക്കരുത് ആഭ്യന്തര വകുപ്പ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ വിഷയം രമേശ് ചെന്നിത്തലയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനൊരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കണ്ണും മൂക്കും നോക്കാതെ ഇടപെടണം. ഇതുപോലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന ഇതുപോലുള്ള പ്രതിഷേധ യോഗങ്ങൾ 1% പോലും ഞങ്ങൾ അത് അനുവദിക്കില്ല എന്ന് രമേശ് ചെന്നിത്തല പറയണം. എനിക്ക് രമേശ് ചെന്നിത്തലയിൽ എനിക്ക് വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗുണ്ടകൾക്കെതിരെ ഒരു പ്രതികരണം നടത്തുന്നത് ഞാൻ കണ്ടു. വാക്കാലുള്ള പ്രതികരണമാണ്, പക്ഷേ ആ പ്രതികരണത്തിൽ ഒരു ഇച്ഛാശക്തി, ഒരു ഇൻറ്റഗ്രിറ്റി, ഒരു ആർജവം അത് നിഴലിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ പ്രതികരണത്തിൽ പറയുന്നതായിട്ട് ഞാൻ കണ്ടത്, ഗുണ്ടകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലം അവസാനിച്ചിരിക്കുന്നു. അത് 10 വർഷം ഗുണ്ടകളാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇനി ഗുണ്ടകൾ കാര്യം കൈകാര്യം ചെയ്യുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. ആ സർക്കാർ ഗുണ്ടകൾ ആരായാലും എത്ര വലിയവനായാലും ഗുണ്ടകളെ കൈകാര്യം ചെയ്തിരിക്കും ഈ സർക്കാരിൻ്റെ പോലീസ് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നത് വളരെ ആവേശത്തോടു കൂടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടത്. കാരണം രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകളൊക്കെ കാണുമ്പോൾ നമുക്ക് പരമപുച്ഛമാണല്ലോ സാറിന് തോന്നുന്നത്. കാരണം പറയുന്നതിനെതിരായിട്ട് ചെയ്യുന്ന ക്രാസ് ഹിപ്പോക്രറ്റുകളാണ് രാഷ്ട്രീയ നേതാക്കന്മാർ. പക്ഷേ രമേശ് ചെന്നിത്തല ആ പ്രതികരണം നടത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം ആവേശം തോന്നി. പറഞ്ഞത് ചെയ്യും എന്ന് അദ്ദേഹത്തിന് ഒരു ഇച്ഛാശക്തിയുള്ള ഒരു നേതാവായിട്ടാണ് എനിക്ക് ആ പ്രസ്താവന കണ്ടപ്പോൾ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെ CPMക്കാർ കാണിക്കുന്ന ഈ വൃത്തികേടുകൾ, ഈ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ, നിയമലംഘനങ്ങൾ, കോടതി വിധിയുടെ ലംഘനങ്ങൾ 1% പോലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അനുവദിച്ചു കൊടുക്കരുത് എന്ന് എനിക്ക് സൂചിപ്പിക്കാം. ഇവിടെയൊക്കെയാണ് പോലീസിന് ഉപയോഗിക്കേണ്ടത്. പോലീസ് അവിടെ ചെന്നിട്ട് പിന്നെ കാടത്തം കാണിക്കലോ, അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനം കാണിക്കലോ, അല്ലെങ്കിൽ കൊടിയെ ലാത്തിച്ചാർജ് നടത്തലോ, അല്ലെങ്കിൽ വെടിവെപ്പ് നടത്തണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പോലീസ് അവിടെ ചെല്ലണം, ചെന്നിട്ട് അവരോട് പറയണം, ഇത് അനുവദിക്കില്ല, ഇത് ഭരണഘടനയുടെ ലംഘനമാണ്, ഇത് നിയമങ്ങളുടെ ലംഘനമാണ്, ഇത് കോടതി വിധികളുടെ ലംഘനമാണ്. അതുകൊണ്ട് ഇത്തരം പിന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല സർക്കാർ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ നോ അൺസർട്ടൺ ടേംസിൽ
അവിടെ നിൽക്കുന്ന ഈ CPM-ന്റെ ഈ അന്തം കമ്മികളോട് പറയുകയും അവരവിടുന്ന് മാറാൻ തയ്യാറാവുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഫോഴ്സ് വരെ ഉപയോഗിച്ചുകൊണ്ട് ലാത്തി ചാർജ് വരെ നടത്തിക്കൊണ്ട് അതുപോലുള്ള സമരങ്ങൾ പിരിച്ചുവിടാനുള്ള ആർജവവും ഇച്ഛാശക്തിയും രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി കാണിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാൻ ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ആഭ്യന്തരമന്ത്രി ഇടപെടുകയും തൻ്റെ ആർജവവും ഇച്ഛാശക്തിയും ഒക്കെ കാണിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പോലീസിൽ വിശ്വാസം വരും, അവരാഭ്യന്തരമന്ത്രിക്ക് കൈയടിക്കും, അവരാഭ്യന്തരമന്ത്രിയെ സല്യൂട്ട് ചെയ്യും. അതാണ് എനിക്ക് ഈ അവസരത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് സൂചിപ്പിക്കാനുള്ളത്.